വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എല്ലാ പ്രേക്ഷകർക്കും ചോദ്യോത്തര സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കാറുണ്ടല്ലോ, അപ്പം പെരുന്നാളിനാണ് കൊടുക്കാറ്. അപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അത് എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് എത്ര ഫിത്ർ സക്കാത്ത് കൊടുക്കണം? ശരിക്കും ധാന്യമാണോ കൊടുക്കുന്നത്, പൈസ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് സംശയം. ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തമായൊരു ചോദ്യമാണിത്. നാം റമളാനിലെ അവസാനത്തെ പത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനി റമളാനിൻ്റെ അന്ത്യഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ നിലപാടിലെത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സക്കാത്തുൽ ഫിത്ർ സക്കാത്ത്. സക്കാത്ത് എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. ഉള്ളവൻ ഇല്ലാത്തവന് നിർബന്ധമായും നൽകേണ്ട ഒരു നിശ്ചിത വിഹിതമാണ് സക്കാത്ത്. ഫിത്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിത്ർ എന്ന വാക്കിൻ്റെ അർത്ഥം അവസാനിപ്പിക്കുക എന്നാണ്. ഈദുൽ ഫിത്ർ എന്നാണ് ഈ പെരുന്നാളിന് അറബിയിൽ പറയുക. നമ്മൾ ചെറിയ പെരുന്നാൾ എന്ന് വിളിക്കുന്ന നോമ്പ് പെരുന്നാളിന് ഈദുൽ ഫിത്ർ എന്നാണ് പറയാം. അത് ഉദ്ദേശിക്കുന്നത് വ്രതം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ആഘോഷം എന്നാണ്. വ്രതം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ആഘോഷം. നോമ്പ് തുറക്ക് എന്താണ് അറബിയിൽ പറയാം? ഇഫ്താർ പ്രോഗ്രാം എന്നതിപ്പോൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആ ദിവസത്തെ നോമ്പ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്, മുറിക്കുകയാണ് എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഫിത്ർ എന്ന വാക്കിൻ്റെ അർത്ഥം നോമ്പ് മുറിച്ചുകൊണ്ട് അഥവാ നോമ്പ് അവസാനിപ്പിച്ചുകൊണ്ട് നൽകപ്പെടുന്ന സക്കാത്ത് എന്നാണ്. ആ വാക്ക് പ്രത്യേകിച്ച് മനസ്സിലുണ്ടായിരിക്കണം. സക്കാത്തുൽ ഫിത്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരുന്നാൾ ദിനത്തിൽ ആരും പട്ടിണി കിടക്കരുത് എന്നതാണ്. ഇസ്ലാം നമുക്കറിയാം മനുഷ്യൻ്റെ ആത്മീയവും ഭൗതികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ജീവിതക്രമമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ഒരു മോഡൽ ഡേ, ഒരു മാതൃകാ ദിനം എങ്ങനെയായിരിക്കണം? നല്ല സുഭിക്ഷതയുള്ള, ആർക്കും പട്ടിണിയും പ്രയാസവും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കണം ഇസ്ലാമിൻ്റെ ഒരു മാതൃകാ ദിനം. ലോകത്ത് ഇസ്ലാം വ്യാപിച്ചാൽ ഇസ്ലാമിനെ സമൂഹം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ജീവിക്കുവാൻ, ആ പ്രകൃതി ജീവിതചര്യയെ പിന്തുടരാൻ ആളുകൾ തീരുമാനിച്ചാൽ തീർച്ചയായും അങ്ങനെ ആയിരിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാമല്ലോ, പ്രവാചക കാലഘട്ടത്തിലും അതുപോലെ പിന്നീട് ഖലീഫമാരുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന സുഭിക്ഷത. കാരണം അഴിമതിയും വഞ്ചനയും സ്വജനപക്ഷപാതവും ഒന്നുമില്ലാത്ത തികച്ചും സത്യസന്ധമായ ദൈവപ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഭരണകൂടമായിരിക്കും ഇസ്ലാമിലേത് എന്നതുകൊണ്ട് എല്ലാവരും സുഭിക്ഷരായിരിക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ആ നിലക്ക് ഒരു മാതൃകാ ദിനമാണ് പെരുന്നാൾ ദിനം. ആ ഒരു സുഭിക്ഷത എല്ലാവർക്കും പരിപൂർണമായും സ്വാശ്രയത്വം ലഭിക്കുക എന്ന ഉദ്ദേശം കൂടി അതിന് പിന്നിലുണ്ട് എന്ന് പറയാൻ കഴിയും. ആഘോഷത്തിൻ്റെ ദിവസമാണ്. അന്ന് ആരും കൊട്ടയും വട്ടിയുമായി സഞ്ചിയുമായിട്ട് അങ്ങാടിയിലൂടെ കറങ്ങി നടക്കുന്ന, വീടാന്തരം കയറിയിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഓനൂഹും അനി തവാഫി ഹാദൽ യൗം, ഇന്നത്തെ ദിവസം ആളുകളെ കറങ്ങി നടക്കുന്നതിൽ നിന്ന് നിങ്ങൾ സ്വയം പര്യാപ്തരാക്കണം, ആ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നു. അപ്പോൾ അതിനാൽ ആ നിലയ്ക്ക് എല്ലാ വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കുവാനുള്ള സംവിധാനം ഉണ്ടാവണം. അത് വിശ്വാസികൾ തന്നെ പരസ്പരം പങ്കുവെക്കാൻ, ഉള്ളവൻ ഇല്ലാത്തവന് നൽകുകയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്താണ് ഫിത്ർ സക്കാത്തിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അതിൻ്റെ ലക്ഷ്യം തുഹറത്തല്ലി സ്വാഇം വ തുഅമത്തല്ലിൽ മസാക്കീൻ. നമ്മളൊരു മാസക്കാലം നോമ്പെടുത്തതാണല്ലോ, അതിൽ പല വീഴ്ചകളും സംഭവിക്കാം. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളിൽ സംഭവിച്ച വീഴ്ചകളെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ പെരുമാറ്റത്തിലും മറ്റും സംഭവിച്ചിരിക്കാവുന്ന വീഴ്ചകൾ പരിഹരിക്കുക എന്നത് അതിൻ്റെ ഭാഗമാണ്. നമ്മുടെ നോമ്പ് അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടാനുള്ള ഒരു മാർഗമാണ് ഫിത്ർ സക്കാത്ത്. അതിലൂടെ ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ തുഅമത്തല്ലിൽ മസാക്കീൻ, അഗതികൾക്ക്, അശരണരായ ആളുകൾക്ക് ഭക്ഷണവുമാണ് ഫിത്ർ സക്കാത്ത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ വിശദീകരണം. ആരാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? ഇതാണ് അടുത്ത ചോദ്യം. ആരാ നൽകേണ്ടത്?
മുഴുവൻ വിശ്വാസികളും വിശ്വാസിനികളും എന്നാണ്. വിശ്വാസികളും വിശ്വാസിനികളും നൽകണം. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ ഫിത്ർ സക്കാത്ത് നൽകിയിരിക്കണം. എല്ലാവരും നൽകേണ്ടതുണ്ടോ? ഇല്ല. സാമ്പത്തിക ശേഷിയുള്ളവരാണ് നൽകേണ്ടത്. അതിന് എത്രയാണ് ശേഷി വേണ്ടത്? പെരുന്നാൾ ദിനത്തിലെ അന്നത്തെ ആവശ്യങ്ങൾ കഴിച്ച് മിച്ചമുള്ള ആൾ ഫിത്ർ സക്കാത്ത് നൽകണം. തൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ പെരുന്നാളിന് വേണ്ട, പെരുന്നാൾ സദ്യക്ക് വേണ്ട വിഭവങ്ങൾ വാങ്ങിച്ച് എന്നിട്ട് സമ്പത്ത് മിച്ചമുള്ള ആളുകൾക്കെയും ഫിത്ർ സക്കാത്ത് നൽകണം. ഫിത്ർ സക്കാത്ത് യഥാർത്ഥ സക്കാത്തുണ്ടല്ലോ, സമ്പത്തിൻ്റെ സക്കാത്ത്, ആ നിലക്കുള്ള സക്കാത്തല്ല, അത് സമ്പന്നർക്കാണ്. അതേസമയം ഫിത്ർ സക്കാത്ത് അന്നന്നത്തെ പെരുന്നാളിൻ്റെ ചെലവ് കഴിച്ച് മിച്ചമുള്ള ആളുകൾ ഫിത്ർ സക്കാത്ത് നൽകണമെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നിശ്ചയിക്കപ്പെട്ടത്? അത്രയും വ്യാപകമായിട്ട് ദാനധർമ്മം ചെയ്ത് ശീലിക്കുക എന്നൊന്നുണ്ടല്ലോ, കൊടുത്ത് ശീലിക്കണം, വാങ്ങിയിട്ട് മാത്രം ശീലിച്ചാൽ പോരാ എന്നതുകൊണ്ടാണ്. പരസ്പരം പങ്കുവെക്കാനുള്ള സന്നദ്ധത കൂടി അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്ന് കാണാം. ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ ഫിത്ർ സക്കാത്ത് സമ്പത്തിൻ്റെ സക്കാത്തല്ല, പിന്നെയോ ശരീരത്തിൻ്റെ സക്കാത്താണ്. പെരുന്നാൾ ദിനത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ, ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഒരു കുട്ടി പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് പ്രസവിക്കപ്പെട്ടാൽ ആ കുഞ്ഞിന് സക്കാത്ത് ഉണ്ടാവും. ആ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ സക്കാത്താണത്. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഒരാൾ മരണപ്പെട്ടാലോ അയാൾക്ക് ഫിത്ർ സക്കാത്ത് ഇല്ല. നേരത്തെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം അയാൾക്ക് ലഭിക്കും, എന്നാൽ അയാൾക്കതിന് ബാധ്യത ഉണ്ടാകുന്നില്ല. അപ്പം അത്രയും വ്യാപകമായിട്ട് നിർവഹിക്കപ്പെടേണ്ടതാണ് ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്തിൻ്റെ അവകാശികൾ ആരാണ്? അതാണ് അടുത്ത ചോദ്യം. സക്കാത്തിൻ്റെ അവകാശികൾ ഒക്കെയും ഫിത്ർ സക്കാത്തിൻ്റെയും അവകാശികളാവും. വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞ 8 വിഭാഗം ആളുകളുണ്ടല്ലോ, ദരിദ്രന്മാർ, അഗതികൾ, അതുപോലെ സക്കാത്ത് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ സക്കാത്ത് ഉദ്യോഗസ്ഥന്മാർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കടബാധിതരായ ആളുകൾ, അതുപോലെ അടിമകളാക്കപ്പെട്ട ആളുകൾ, വഴിയാധാരമായ ആളുകൾ, മാനസികമായിട്ട് ഇണക്കപ്പെട്ട ആളുകൾ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഉള്ള അതാത് കാലത്ത് ജീവിച്ചിരിപ്പുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കാണ് സക്കാത്ത്, ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. അടുത്ത ചോദ്യം, എത്രയാണ് കൊടുക്കേണ്ടത്? എന്താണ് കൊടുക്കേണ്ടത്? ഈ 2 ചോദ്യങ്ങളാണ് ഉള്ളത്. എന്താ കൊടുക്കേണ്ടത്? അതാത് നാടുകളിൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യമാണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം അരിയാണ്. ആ നിലക്ക് അരിയാണ് കൊടുക്കേണ്ടത്. എല്ലാം കൂടി കൊടുക്കേണ്ടതില്ല, അഥവാ കറിയും കൂടി കൊടുക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അടിസ്ഥാന ഭക്ഷണം അരിയാണ്, അതിനാൽ അരി കൊടുക്കേണ്ടതുണ്ട്. എത്ര കൊടുക്കണം? കൊടുക്കേണ്ടത് ഒരു സാഴ് എന്നാണ് അറബി ഭാഷയിൽ അതിന് പറയാം. ഏതാണ്ട് 2 കിലോ 200 ഗ്രാം ഉണ്ടായിരിക്കും ഒരാളുടെ ഫിത്ർ സക്കാത്ത്. വീട്ടിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ ആ 5 പേർക്കും കൂടിയിട്ട് എത്ര അരി കൊടുക്കേണ്ടി വരും? 11 കിലോയും 200 ഗ്രാമും കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ നിലയ്ക്ക് കൃത്യമായ കണക്കെടുത്തുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഏത് ധാന്യം കൊടുക്കണം എന്നതിൽ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ധാന്യം സാധാരണ അരി തന്നെ കൊടുത്താൽ മതിയാവും. അതേ സമയത്ത് നമ്മുടെ ജീവിത നിലവാരം മൊത്തത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലക്ക് ആഘോഷത്തിൻ്റെ ദിവസം കഴിയുമെങ്കിൽ കുറച്ചുകൂടി നല്ല അരി ഉണ്ടല്ലോ, ഇപ്പോൾ കയമ പോലെയൊക്കെയുള്ള ബിരിയാണി വെക്കാൻ കഴിയുന്ന അരിയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും. ആ നിലക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. എങ്ങനെയാണ് ഇത് വിതരണം ചെയ്യേണ്ടത്? എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? സക്കാത്ത് പോലെ തന്നെ കഴിയുന്നതും സംഘടിതമായിട്ട് സംഭരിച്ച് എന്നിട്ട് ആ നാട്ടിലെ ആളുകളുടെ എണ്ണം കണക്കാക്കി അവർക്കിടയിൽ അത് കൃത്യമായിട്ട് വീട്ടിലെ ആളുകളുടെ അംഗങ്ങളുടെ എണ്ണം കണക്കാക്കിയിട്ട് വീതിച്ചു കൊടുക്കുന്ന രീതിയാണ് ഉത്തമം. സക്കാത്ത് വിതരണം ചെയ്യുന്നത് പോലെ തന്നെ ഫിത്ർ സക്കാത്തും വിതരണം ചെയ്യുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രയാസവും പട്ടിണിയും അവസാനിപ്പിക്കാൻ കൂടി അതുകൊണ്ട് കഴിയും എന്നാണ്. മനുഷ്യൻ അഭിമാനബോധമുള്ളവനാണ്, അത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. അതിനാൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട ആളുകൾ കറങ്ങി നടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. എപ്പോൾ കൊടുക്കണം എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എപ്പോഴാണ് കൊടുക്കേണ്ടത്? അത് മാസപ്പിറവി അറിഞ്ഞതിന് ശേഷമേ കൊടുക്കാൻ പാടുള്ളൂ എന്നില്ല. അങ്ങനെ ചില പണ്ഡിത അഭിപ്രായങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലായുടെ വീക്ഷണത്തിൽ തന്നെ
നോമ്പിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ കൊടുത്തു തുടങ്ങാം എന്നാണ്. അത് സംഭരിക്കുവാനും ശേഖരിക്കുവാനും കൃത്യമായി കണക്കാക്കി വിതരണം ചെയ്യുവാനൊക്കെ സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ തുടങ്ങാം. പള്ളികൾ കേന്ദ്രീകരിച്ച് ഒരാളുടെയും ഷെയറിൻ്റെ വിഹിതം സ്വീകരിച്ചുകൊണ്ട് വിതരണം ചെയ്യാവുന്നതാണ്. അത് ധാന്യമായിട്ട് തന്നെ നൽകേണ്ടതില്ല, ക്യാഷായിട്ടും കൊടുക്കാം എന്ന് ഇമാം അബൂ ഹനീഫ അഭിപ്രായപ്പെട്ടതായിട്ട് അദ്ദേഹത്തിൻ്റെ ഫത്വകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ കാലത്തിനനുസരിച്ച് ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ 1 രൂപക്ക് അരി കിട്ടുന്ന കാലമാണ്. BPL കാർഡുകാരന് വളരെ സൗജന്യമായിട്ട് അരി കിട്ടുന്നുണ്ട്. അപ്പോൾ അരിയേക്കാൾ പ്രധാനം ചില ഘട്ടങ്ങളിൽ ക്യാഷ് ആവാം. അപ്പോൾ ആ നിലക്ക് ഒരാൾക്ക് പ്രയോജനപ്പെടുന്നത് നൽകുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. അതിനാൽ ഈ വിഷയത്തിൽ അങ്ങേയറ്റം ജാഗ്രത കൈക്കൊള്ളുകയും പരസ്പരം പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നോമ്പിൻ്റെ വിശുദ്ധി പരിപൂർണമായും നേടിയെടുക്കുവാൻ സഹജീവികളോടൊപ്പം ആഘോഷവേള പങ്കുവെക്കുവാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഫിത്ർ സക്കാത്തിൻ്റെ അരി എങ്ങനെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എത്ര കണ്ട് കൊടുക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. അതുപോലെ തന്നെ ഫിത്ർ സക്കാത്തിൻ്റെ അരി പെരുന്നാൾ മാസപ്പിറവി കണ്ടതിന് ശേഷമല്ല, അതിന് മുമ്പും കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ചോദ്യോത്തര സെഗ്മെൻറ്റിൽ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഇതുപോലെ ഒരു നല്ല ചോദ്യമായിട്ട് എത്തും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.